നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടാ ജഗ, എന്താടാ ഒരു ആലോചന? എടാ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കുറിച്ച് എന്തൊക്കെ അനാവശ്യങ്ങൾ എഴുതിയ പോസ്റ്റർ പലയിടത്ത് ഒട്ടിക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന്റെ പിന്നിൽ നിന്റെ അച്ഛൻ തന്നെ. നീ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ലേ. ഏതെങ്കിലും കോന്തനോട് ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമം നിരസിച്ച ഇപ്പൊ ഇതൊക്കെയാണല്ലോ ട്രെൻഡ്. ഒന്നുകിൽ ആസിഡ് മുഖത്തൊഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും നാറിയ പണി കാണിക്കുക. അത് ആരാണെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? അല്ല, എന്റെ പെണ്ണിനെതിരെ പോസ്റ്റർ കൊട്ടേഷൻ കൊടുത്ത ആള്. ഏയ്, എനിക്കൊരു ഊഹമില്ല. വല്ല തലതെറിച്ചവന്മാരും ആയിരിക്കും. ആരായാലും അവനെ എന്റെ കൈ കിട്ടിയ അടിനാഭി ഞാൻ ചവിട്ടി കലക്കും. അങ്ങനൊന്നും പറയല്ലേ, പാവം കിട്ടും. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. ഫോൺ എടുത്ത് സംസാരിക്കേ. ഹലോ, ഞാൻ ദിയയുടെ അമ്മ. മനസ്സിലായി. അല്ല, എന്താ വിശേഷിച്ച്? ആരെയും സഹായിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണെന്നല്ലേ പറഞ്ഞത്? അതെ. എനിക്കൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ, ധൈര്യത്തോടെ പറഞ്ഞോളൂ. എന്നെ ആരോ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് സഹായിക്കോ? അതിനെന്താ, സഹായിക്കാലോ. എന്താ പ്രശ്നം? വിശദമായിട്ട് പറയേ. ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ MD ഒരു രാജീവ് മേനോനായിരുന്നു. രാജീവ് സാറ് കുറച്ചു നാളു മുമ്പ് ഒരു കാറപകടത്തിൽ മരിച്ചുപോയി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഈ രാജീവ് സാറിന്റെ കാറപകടം ഒരു സ്വാഭാവികമായ അപകടം ആയിരുന്നില്ല. ആരോ കരുതിക്കൂട്ടി അപകടം ഉണ്ടാക്കി വെച്ച് അദ്ദേഹത്തെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതാ. ഈ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. അതിനുശേഷമാണ് എന്നെ ആരോ അപകടപ്പെടുത്താൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഓഹോ, അപ്പൊ പ്രശ്നം വിചാരിച്ചതുപോലെയല്ല, ഗൗരവമുള്ളതാണ്. ഇനി ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും സഹായിക്കാൻ ഞാൻ ഓടിയെത്തിയിരിക്കും, ഉറപ്പ്. ഞാൻ വിളിച്ചറിയിക്കാം. താങ്ക് യു. ശരി. അയ്യോ, പിന്നെ എന്റെ പേരറിയണ്ടേ നിങ്ങൾക്ക്? ഹേയ്, വേണ്ട. ദിയമോളുടെ അമ്മ, ആ പേരാ ഞാൻ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്നത്. അത് മതി. അല്ല, എന്റെ പേരറിയണ്ടേ ദിയമോളുടെ അമ്മയ്ക്ക്? വേണ്ട, ദിയമോളുടെ രക്ഷകൻ, ദൈവം. അങ്ങനെയാ ഞാൻ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്നത്. അയ്യോ, ഞാൻ ദൈവമൊന്നുമല്ല. നിങ്ങൾക്ക് ചിലപ്പോ ദൈവമല്ലായിരിക്കും, പക്ഷെ എനിക്കും എന്റെ ദൈവമോൾക്കും നിങ്ങൾ ദൈവം. ഇന്ന് വരെ ഞാൻ നേരിൽ കാണാത്ത ദൈവം. എന്റെ കുഞ്ഞിനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം. പിന്നെ ആ പഴയ കട എപ്പോഴും ബാക്കിയുണ്ട്. ഏത്? എന്റെ തീമോൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്ത ആ കടമായിട്ട് തന്നെ കിടക്കട്ടെ ദീമോളുടെ അമ്മേ. ശരി, വെക്കട്ടെ. പേടിക്കാതെ ഫോൺ വെച്ചോ. എന്താവശ്യത്തിനും രക്ഷകനായിട്ട് ഞാനുണ്ടാവും. താങ്ക്സ്. ഹലോ, ഞാൻ ദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ സാഗറാണ്. എനിക്ക് കുറുപ്പ് സാറുമായിട്ടൊരു ബിസിനസിന്റെ കാര്യം ചർച്ച ചെയ്യാനായിരുന്നു. പിന്നെ അതെ, ഞാനിപ്പോ അല്പം തിരക്കില്ല. ബിസിനസ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനുള്ള സാഹചര്യത്തിലല്ല ഞാനിപ്പോ. നിങ്ങൾ പിന്നെ വിളിക്കേ. മനുഷ്യൻ ഏത് നിമിഷം അകത്തു പോകുന്നുള്ള കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് ഓരോ എംബോക്കികൾ വിളിച്ച് ബിസിനസിന്റെ കാര്യം സംസാരിക്കുന്നത്. നാശങ്ങൾ.
ആരാ സാർ വിളിച്ചത്? ദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഒരു സാഗറാണ് പോലും. എന്തിനാ സാഗർ സാറിനെ വിളിച്ചത്? എന്തോ ബിസിനസിന്റെ കാര്യത്തിനാ. സമയമില്ലെന്ന് പറഞ്ഞു, ഞാൻ കട്ട് ചെയ്തു. പിന്നെ അല്ലാതെ അത് വേണ്ടായിരുന്നു. ഒരു ഗോൾഡൻ ചാൻസാ സാറിന്റെ കാലിൽ വന്ന് തടഞ്ഞത്. തട്ടിത്തെറിപ്പിക്കണ്ടായിരുന്നു. ഗോൾഡൻ ചാൻസോ? നീ മര്യാദ കാര്യം പറ. ദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്നത് രാജീവിന്റെ കമ്പനിയാണ്. അതിന്റെ MD ആയ രാഹി രാജീവിന്റെ സഹോദരിയാണ്. ആ രാഹിയുടെ ഭർത്താവാണ് സാറിനെ ഇപ്പൊ വിളിച്ച സാഗർ. ആ കുടുംബവുമായി ഒരു ബിസിനസ് ബന്ധം സ്ഥാപിക്കുന്നത് നമുക്കെല്ലാം കൊണ്ടും ഗുണകരമാണ്. ഓഹോ, അങ്ങനെയാണോ? അതെ സാർ. ഫോൺ ധിക്കാരത്തോടെ കട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ ഞാൻ അവനെ അങ്ങോട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് ഇത്തിരി മോശമാണ്. അതുകൊണ്ട് നീ തന്നെ അങ്ങോട്ട് വിളിക്കുക. അത് ശരിയല്ല സാർ. കുറുപ്പ് സാർ അവരോട് നേരിട്ട് സംസാരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഞാൻ പറയുന്ന നീ അങ്ങോട്ട് അനുസരിച്ചാ മതി. നിന്നോട് വിളിക്കാൻ പറഞ്ഞാൽ നീ അങ്ങോട്ട് വിളിക്കണം. മനസ്സിലാടാ? വിളിയടാ. ശരി സാർ. സാഗർ, കുറുപ്പിനെ വിളിച്ച് ബിസിനസിന്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ട് എന്തായി? അയാൾക്ക് തീരെ താല്പര്യമില്ലാത്ത മട്ടില് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. കുറുപ്പ് സാറിന്റെ സെക്രട്ടറി ആണല്ലോ. ഹലോ, ഞാൻ കുറുപ്പ് സാറിന്റെ സെക്രട്ടറിയാണ്. എന്തോ ബിസിനസ് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കോൾ ചെയ്തിരുന്നല്ലോ. അതെ. നിങ്ങളുടെ പ്രൊപ്പോസൽ എന്തു തന്നെ ആയാലും കുറുപ്പ് സാറിന് താല്പര്യമുണ്ട്. സൗകര്യം പോലെ വീട്ടിലേക്ക് വന്നാൽ സാറുമായിട്ട് സംസാരിക്കാം. ഓക്കെ, ഞാൻ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാം. ശരി. സാർ വിളിച്ചിട്ട് വരാമെന്ന്. വരട്ടെ. എന്താണ് കാര്യം എന്നറിയാലോ. നല്ലതാണേ കൈ കൊടുക്കും, ഇല്ലെങ്കിൽ ചവിട്ടി തെറിപ്പിക്കും ഞാൻ. കുറുപ്പ് സാറിന് ബിസിനസ് കാര്യം സംസാരിക്കാൻ താല്പര്യം ഉണ്ടെന്നാ പറഞ്ഞത്. ബുദ്ധിരാക്ഷസനായ രാഷ്ട്രീയക്കാരനാണ് കുറുപ്പ്. ശകുനിക്കുറുപ്പെന്ന വട്ടപ്പേര് തന്നെ. അയാളുമായി കൂട്ടു ബിസിനസ് ആരംഭിക്കുന്നതിന് മുന്നേ നല്ലതുപോലെ ആലോചിക്കണം. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവനായി കുറുപ്പ്. ഒരു കാര്യത്തോട് താല്പര്യമില്ലെങ്കിൽ പിന്നെ വാക്ക് മാറ്റി പറയുന്ന സ്വഭാവക്കാരനല്ല. എന്തായാലും ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. ബിസിനസ് അല്ലല്ലോ ലക്ഷ്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.